ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 24 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത്. അതായത് 24 മരണങ്ങൾ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. 85 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് കുറഞ്ഞ സംഖ്യയാണ്. 2 പ്രദേശം എന്ന് പറയുമ്പോൾ നിരവധി ജനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. 85 പേർ മാത്രമേ ആ അർത്ഥത്തിൽ ചികിത്സ തേടിയെത്തിയിട്ടുള്ളൂ. തീർച്ചയായും ഇത് ചികിത്സ തേടിയെത്തിയവരുടെ കണക്കാണ്. പക്ഷെ നമ്മൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന ഒരു വ്യാപ്തിയുണ്ട്. ആ വ്യാപ്തിയിലോട്ട് അതിൻ്റെ ആഴങ്ങളിലോട്ട് ചെല്ലുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് കൂടുതൽ ആളുകൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അവരെത്രയും പെട്ടെന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി പുറത്തേക്ക് എടുക്കേണ്ടതാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ നമുക്ക് 24 മൃതദേഹങ്ങളാണ് കണ്ടെടുത്ത് വിവിധ ആശുപത്രി, അതായത് സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായിട്ട് ഉള്ളത്. അത് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചതാണ്. 85 പേർ ഇഞ്ചേർഡായി ആശുപത്രികളിൽ ചികിത്സ തേടിയതാണ്. ഇനി പല പ്രദേശങ്ങളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ ഉള്ള പരിസരവാസികൾ, ഈ ദുരന്തമുഖത്ത് ഈ ദുരന്തം നേരിട്ട് കണ്ട പരിസരവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട്. നിരവധി പേരുണ്ട്. കാരണം അവർ പറയുന്നതനുസരിച്ച് ഒരു പ്രദേശം പൂർണ്ണമായും നശിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു ദുരന്തത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിറങ്ങലോടുകൂടി തന്നെയാണ് അവിടുത്തെ വയനാട്ടിലെ ഈ പറയുന്ന പ്രദേശത്തെ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമായിരിക്കുമെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ചേർന്നുള്ള ഈ NDRF-ഉം അതുപോലെ തന്നെ കേന്ദ്രസേന അടക്കമുള്ളവരും സംസ്ഥാന ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാവരും കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായും എവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് വരുന്ന മണിക്കൂറുകൾക്കകം തന്നെ അവരെ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതും അതുപോലെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും. ചെളിയിലും പൊതഞ്ഞ് മനുഷ്യർ ജീവന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന കാഴ്ച അത് വളരെ വേദനാജനകം കൂടിയാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. അതായത് ഒരു പ്രദേശത്തേക്കൊന്നാകെ വെള്ളവും മണ്ണും കല്ലും കട്ടയും കമ്പിയും എല്ലാം ഒന്നിച്ച് ഒലിച്ചെത്തുകയാണ്. ആ പ്രദേശമാകെ പടർന്നൊഴുകുകയാണ്. ജനങ്ങളൊക്കെ പലരും അതിനടിയിലാണ്. പലരുടെയും ശരീരങ്ങൾ മൃതദേഹങ്ങളായി കാണാം. പലരും ജീവന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് കൂടി കാണാം. രക്ഷാപ്രവർത്തനം അവിടെ ആ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ അതൊക്കെ സംവദിക്കുന്നു. നോക്കൂ ആ ദൃശ്യം, ഒരാൾ ചെളിയിൽ പൊതഞ്ഞ് ജീവന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന കാഴ്ച. സുനിൽ.